തിരുമാറാടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജനപക്ഷ യാത്ര നടത്തി. മണ്ഡലം പ്രസിഡന്റ് ജോൺസൺ വർഗീസ് ജാഥ ക്യാപ്റ്റനായി. ബിനോയ് കള്ളാട്ടുവഴി യോഗത്തിൽ സ്വാഗതം ആശംസിച്ചു. കേന്ദ്ര ഗവൺമെൻറ്റും കേരള ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് 10 വർഷം 9.25 വർഷമായിട്ടും അതുപോലെ തന്നെ പഞ്ചായത്ത് 10 വർഷം കടന്നു പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിവിടെ പദയാത്ര നടത്തുന്നത്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ജനദ്രോഹ നടപടിക്കും കേരള സർക്കാരിൻ്റെ ജനദ്രോഹ നടപടികൾക്കുമെതിരെ KPCCയുടെ ആഹ്വാനപ്രകാരം ഇതുപോലുള്ള ഓരോ മണ്ഡലത്തിലും ഇതിനു മുമ്പ് പല മണ്ഡലങ്ങളും കഴിഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഭാഗമായി നമ്മളിവിടെ ഇന്ന് തിരുമാറാടി മണ്ഡലം പദയാത്ര ഇവിടെ തുടക്കം കുറിക്കുകയാണ്. KPCCയുടെ നിർദ്ദേശപ്രകാരം പഞ്ചായത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും കൂടി ടച്ച് ചെയ്യുന്ന രീതിയിൽ 1-2 ദിവസങ്ങളായിട്ട് നടത്തപ്പെടണം എന്നാണ് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. KPCC വൈസ് പ്രസിഡന്റ് ജെയ്സൺ ജോസഫ് ജാഥ ഉദ്ഘാടനം ചെയ്തു. KPCC സെക്രട്ടറി ആശാ സനൽ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ സാജു മടക്കാലി, സാജു കുറ്റിച്ചിറ, ബെന്നി പൈലി, സിബി ജോസഫ്, സിജോ ജോൺ നമ്പേലിൽ, ബിജു തറമഠം, അനിൽ മാരാമല, കുഞ്ഞപ്പൻ പൈങ്കിളി, മെമ്പർമാരായ അനിത ബേബി, നെവിൻ ജോർജ്, ബീന ജെയിംസ്, INTUC മണ്ഡലം പ്രസിഡന്റ് VO മത്തച്ചൻ, കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സെബാസ്റ്റ്യൻ പൈലി, പെൻഷനേഴ്സ് മണ്ഡലം പ്രസിഡന്റ് മത്തച്ചൻ കൂരാപ്പള്ളി, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ബേസിൽ മർക്കോസ് തുടങ്ങിയവർ സംസാരിച്ചു. ശബരിമലയിൽ ജാതിയില്ല, മതമില്ല, വർഗമില്ല, വർണ്ണമില്ല, ഒന്നുമില്ല. എല്ലാ പ്രദേശത്തുമുള്ള ആളുകൾ, ഈ രാജ്യത്തിൻ്റെ വിവിധ പ്രദേശങ്ങൾ, അത് മഹാരാഷ്ട്രയിൽ നിന്നും തെലങ്കാനയിൽ നിന്നും ആന്ധ്രയിൽ നിന്നും കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും പോണ്ടിച്ചേരിയിൽ നിന്നും ഗോവയിൽ നിന്നും എന്നുവേണ്ട രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ സ്വാമിയെ ശരണമയ്യപ്പ എന്ന മന്ത്രധ്വനികളുമായി കടന്നു വരുമ്പോൾ അവിടെ ശബരിമലയുടെ മുൻപിൽ എഴുതി വച്ചിരിക്കുന്നത് തത്വമസി എന്നാണ്. ഞാൻ തന്നെയാണ് നീ എന്നുള്ള ഏറ്റവും വലിയ ആപ്തവാക്യം എഴുതി വെച്ച ഒരു ക്ഷേത്രമാണ് ശബരിമല. ആ ശബരിമല ക്ഷേത്രത്തിലെ അയ്യപ്പനെ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ആളുകൾ കേരളത്തിന് പുറത്തുള്ള തമിഴ്നാട്ടുകാരും കർണാടകക്കാരും ആന്ധ്രക്കാരും തെലങ്കാനക്കാരും ഒക്കെയാണ്. അങ്ങനെയാണ് 1998 UBC ഗ്രൂപ്പിൻ്റെ തലവനായിട്ടുള്ള വിജയ് മല്യ എന്ന് പറയുന്ന മദ്യ വ്യവസായി പറഞ്ഞു, ഞാൻ അയ്യപ്പൻ്റെ ക്ഷേത്രം മുഴുവൻ ഞാൻ സ്വർണം കൊണ്ട് പൊതിയാൻ പോകും. ഞാൻ സ്വർണം കൊണ്ട് അയ്യപ്പൻ്റെ ക്ഷേത്രം മുഴുവൻ പൊതിയാൻ പോവുകയാണ്. അന്നത്തെ ഗവൺമെൻറ് അതിന് അനുമതി കൊടുത്തു, ദേവസ്വം ബോർഡ് അനുമതി കൊടുത്തു. അങ്ങനെ 30.3 കിലോ സ്വർണവും 1900 കിലോ ചെമ്പും ഉപയോഗിച്ചുകൊണ്ട് ശബരിമല ക്ഷേത്രം മുഴുവൻ പൊതിഞ്ഞു. ആ ശബരിമല ക്ഷേത്രം മുഴുവൻ സ്വർണ്ണപ്പാളികൾ കൊണ്ട് പൊതിഞ്ഞ് ദ്വാരപാലക ശില്പങ്ങളടക്കം കട്ടിളപ്പടിയും കട്ടിളയടക്കം കഥകടക്കം എല്ലാ സ്വർണ്ണപ്പാളികൾ കൊണ്ട് പൊതിഞ്ഞൊരു ക്ഷേത്രമായി ശബരിമല മാറി. 98 മുതൽ 2018 വരെ ഒരു കുഴപ്പവുമില്ലാതെ ആ ക്ഷേത്രം മുഴുവൻ. 2019 ആയപ്പോഴേക്കും നമുക്കറിയാമല്ലോ, കേരളം ഭരിക്കുന്ന പിണറായി വിജയൻ്റെ ഏറ്റവും വലിയ സ്വന്തം സഹചാരിയായ വാസു ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, ആ ദേവസ്വം ബോർഡ് പ്രസിഡന്റായ വാസുവിൻ്റെ നേതൃത്വത്തിൽ ശബരിമല അയ്യപ്പൻ്റെ കട്ടിള